ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു ടൈപ്പായിട്ടുള്ള കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, എന്താണ് ഇപ്പോൾ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ വേറൊരു പേര് കൂടെ പറയാറുണ്ട്, ദാറ്റ് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ അബ്രീവിയേറ്റ് ചെയ്ത് പറയുമ്പോൾ WACC. അപ്പോൾ ഇനിയിപ്പോൾ അത് എക്സാമിനേഷനോ കമ്പ്യൂട്ടർ WACC എന്നാണ് തരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? പിന്നെ നമുക്ക് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. കോമ്പോസിറ്റ് കോസ്റ്റ്, ക്ലിയർ? ഓർ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. കമ്പൈൻഡ് കോസ്റ്റ്, ക്ലിയർ? ഓർ ഇത് ഫേമിൻ്റെ ഓവറോൾ ആയതുകൊണ്ട് ഇതിനെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്ലിയർ? ഓവറോൾ കോസ്റ്റ്, ഇങ്ങനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അതിൽ KD ഉണ്ടാവാം, KP ഉണ്ടാവാം, ഓക്കെ, KE ഉണ്ടാവാം, KR ഉണ്ടാവാം, ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സോഴ്സസ് ഒക്കെ ഉണ്ടാവാം. ഈ എല്ലാ സോഴ്സും കൂടെ ചേർത്തിട്ടാണ് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോവുക, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതിന് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ തരത്തിലുള്ള ക്യാപിറ്റലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കോസ്റ്റിനെ എടുത്തിട്ട് കമ്പനിയുടെ കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പം കമ്പനിയുടെ എല്ലാ ഫണ്ടിൻ്റെയും ആവറേജ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊവൈഡേഴ്സ് ഓഫ് ഓൾ ക്യാപിറ്റൽ, അല്ലേ? പ്രൊവൈഡേഴ്സ് ഓഫ്, ക്ലിയർ? all providers of capital, clear? So it consists of debenture holders, it consists of preference shareholders, it consists of equity shareholders, clear? എല്ലാവരുടെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ കോമ്പോസിറ്റ് കോസ്റ്റ്, ക്ലിയർ? കമ്പൈൻഡ് ആയിട്ടാണ് എടുക്കുന്നതുകൊണ്ട് തന്നെ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും, ക്ലിയർ? അത് ആവറേജ് ബേസിസിലാണ് എടുക്കുക, വെയ്റ്റഡ് ആവറേജ് ബേസിസിലാണ് എടുക്കുക, അതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്ലിയർ? അത് ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ ഡിനോട്ട് ചെയ്യും? സോ ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ആസ് KO, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് അറിയാൻ വേണ്ടി KO, ക്ലിയർ? ചില കേസസിൽ KW എന്ന് കൂടെ കൊടുക്കാറുണ്ട്, ക്ലിയർ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, KO ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് വൺ. KO സ്റ്റാൻഡ്സ് ഫോർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടി നമുക്കറിയാം ഓരോ സ്പെസിഫിക് സോഴ്സസ് ഓഫ് ക്യാപിറ്റലിനെയും, ക്ലിയർ, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് റിക്വയേർഡ് ആയിട്ടുള്ള രീതിയിൽ, ക്ലിയർ, ഏറ്റവും ലോജിക്കലായിട്ടുള്ള രീതിയിൽ വെയ്റ്റ്സ് അസൈൻ ചെയ്യേണ്ടി വരും, ക്ലിയർ? എന്താണ് ഈ വെയ്റ്റ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്? വെയ്റ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ, ഓരോ ക്യാപിറ്റലും വ്യത്യസ്ത എമൗണ്ടിലായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലേ? ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, അല്ലേ? ഈ എല്ലാ എമൗണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും ടോട്ടൽ ക്യാപിറ്റൽ വരിക. സേ ഫോർ എക്സാമ്പിൾ 5 lakh rupeesൻ്റെ ഡിബഞ്ചർ ഉണ്ട്, 2 lakh rupeesൻ്റെ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, 10 lakh rupeesൻ്റെ ഇക്വിറ്റി ഷെയർ ഉണ്ട്, ക്ലിയർ? അതുപോലെ തന്നെ 3 lakh rupeesൻ്റെ റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട്. സോ ടോട്ടൽ ക്യാപിറ്റൽ ഈസ് 20 lakh. ഈ 20 lakh ടോട്ടൽ ക്യാപിറ്റൽ കിട്ടിയിരിക്കുന്നത് ഓരോരോ എമൗണ്ട് വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ഇതിന് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഓരോരോ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, ക്ലിയർ? അങ്ങനെ വെയിറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ആകെ 20 അതിൽ 5/20 ആണ് ഡെപ്റ്റിൻ്റെ കോസ്റ്റ്, അല്ലേ? അല്ലെങ്കിൽ 2/20 ആണ് പ്രിഫറൻസിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റ്. അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ 10/20 ആണ് ഇക്വിറ്റിയുടെ വെയിറ്റ്, 3/20 ആണ് റീറ്റേൺ ഏർണിങ്സിൻ്റെ വെയിറ്റ്. ഇങ്ങനെ നമുക്ക് വെയിറ്റുകൾ അസൈൻ ചെയ്യാൻ പറ്റും, ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ വെയിറ്റ് അസൈൻ ചെയ്യുന്ന സമയത്ത്, പ്രപ്പോർഷൻ അസൈൻ ചെയ്യുന്ന സമയത്ത്, ക്ലിയർ, നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് തരത്തിൽ ക്യാൻ ബി അസൈൻഡ് ബൈ യൂസിങ് എയ്തർ ദ ബുക്ക് വാല്യൂ ഓർ ബൈ യൂസിങ് മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി, ക്ലിയർ? അപ്പോൾ രണ്ട് രീതിയിലാണ് ഇത് ചെയ്യുക. ബുക്ക് വാല്യൂ ഓഫ് ദി സെക്യൂരിറ്റി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ആയിട്ട് എടുക്കാം, ക്ലിയർ? സോ വെയിറ്റ് അസൈൻ ചെയ്യുമ്പോൾ എന്ത് വെയിറ്റ്സ് എടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് വെയിറ്റ്സ് അസൈൻ ചെയ്യുക. ഒന്നുകിൽ ബുക്ക് വാല്യൂ വെയിറ്റ്സ് എന്ന് പറയുന്നത്, ക്ലിയർ? ബുക്ക് വാല്യൂ വെയിറ്റ്സ്. രണ്ടാമത്തതോ മാർക്കറ്റ് വാല്യൂ വെയിറ്റ്സ്, ക്ലിയർ? അപ്പോൾ ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? ബുക്ക് വാല്യൂ മീൻസ് ബാലൻസ് ഷീറ്റിൽ ഒരു കമ്പനിയുടെ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ എന്തൊക്കെയാണോ എമൗണ്ട് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് ആ എമൗണ്ട് എടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 5 lakh, 2 lakh, 10 lakh, 3 lakh ആണെങ്കിൽ ഇതാണ് ബുക്ക് വാല്യൂ. സപ്പോസ് ചിലപ്പോൾ ഇത് നമ്മൾ
അല്ലേ? ബുക്ക് വാല്യൂ എടുക്കുമ്പോൾ ബുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സമയത്തുള്ള വാല്യൂ അത് അപ്പോഴും അങ്ങനെ കിടക്കും അല്ലേ? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 5 വർഷം മുമ്പാണെങ്കിൽ ആ വാല്യൂ തന്നെയാണ് ഇപ്പോഴും കിടക്കുക. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തത് 10 വർഷം മുമ്പാണെങ്കിൽ ആ വാല്യൂ തന്നെയാണ് ഇപ്പോഴും കിടക്കുക. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് 20 വർഷമായെങ്കിൽ ആ വാല്യൂ തന്നെയാണ് ഇപ്പോഴും കിടക്കുക, 10 ലാക്ക് എന്നുള്ളത്. ക്ലിയർ? അതുപോലെ തന്നെ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ വാല്യൂ 2 ലാക്ക് കാണും. ഇങ്ങനെ ബുക്ക് വാല്യൂവിന് ഒരു പ്രോബ്ലം ഉള്ളത് അല്ലേ, അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആണ്. അത് എപ്പോഴാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ സമയത്തുള്ള അതിൻ്റെ കോസ്റ്റ് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. പിന്നീട് നമ്മൾ അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടുണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു റിയലിസ്റ്റിക് അല്ലാത്ത തരത്തിലൊരു കോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ കണ്ടംപററി ആയിട്ടുള്ള റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് അല്ലേ? എന്തിൻ്റെ മാർക്കറ്റ് വാല്യൂ? ഡെപ്റ്റ് ആണെങ്കിൽ ഡെപ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഡിബഞ്ചറിൻ്റെ മാർക്കറ്റ് വാല്യൂ. പ്രിഫറൻസ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ. ക്ലിയർ? അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും? കമ്പനിയുടെ പ്രോസ്പെക്ടസ് അല്ലേ, കമ്പനിയുടെ ഗ്രോത്ത്, കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ, കമ്പനിയുടെ ക്ലിയർ വയബിലിറ്റി, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡിബഞ്ചറിൻ്റെ വാല്യൂ ഇഷ്യൂ ചെയ്ത സമയത്ത് ഒരു വാല്യൂ ആയിരിക്കും, മാർക്കറ്റിലുള്ള നേച്ചർ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചസും അതുപോലെ തന്നെ കമ്പനിയുടെ ചേഞ്ചസും കമ്പനിയുടെ ഏർണിങ്സ് പൊട്ടൻഷ്യലും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് വാല്യൂവിൽ ചേഞ്ച് വരും. ഇപ്പോൾ 1000 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഒരു ഡിബഞ്ചർ ഫേസ് വാല്യൂ 1000 ആയിരിക്കും, ചിലപ്പോൾ മാർക്കറ്റിൽ 1100 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1050 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1080 രൂപയായിരിക്കും. ക്ലിയർ? പ്രിഫറൻസ് ഷെയർ ചിലപ്പോൾ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഒരു പ്രിഫറൻസ് ഷെയർ ആയിരിക്കും, മാർക്കറ്റിൽ ചിലപ്പോൾ അത് എത്രയായിരിക്കും, 105 രൂപയോ 115 രൂപയോ 120 രൂപയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇക്വിറ്റി ഷെയർ 10 രൂപയായിരിക്കും ഫേസ് വാല്യൂ, ബുക്കിൽ നോക്കിയാൽ 10 രൂപയെ കാണുള്ളൂ, പക്ഷെ മാർക്കറ്റിൽ അത് 80 രൂപയോ 90 രൂപയോ 100 രൂപയോ 200 രൂപയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനെ വരാവുന്ന കേസസ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ കുറച്ചുകൂടെ എന്താണ്, അതാത് സമയത്തുള്ള കറണ്ട് പീരീഡിനെ, കറണ്ട് സിറ്റുവേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് അസൈൻ ചെയ്യും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓരോന്നിനും ഓരോ പ്രൈസ് ആണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിബഞ്ചറിൻ്റെ കേസ് എടുക്കുമ്പോൾ അത് 1100 രൂപയാണെന്ന് വിചാരിക്കുക, പ്രിഫറൻസ് ഷെയർ എടുക്കുന്ന സമയത്ത് 15 അല്ലെങ്കിൽ 115 രൂപയാണെന്ന് വിചാരിക്കുക, ഇക്വിറ്റി ഷെയർ എടുക്കുന്ന സമയത്ത് അത് 30 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക? ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് ചെയ്താൽ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വരും, അങ്ങനെയാണെങ്കിൽ ക്ലിയർ, ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ്, ഡിബഞ്ചറിൻ്റെ പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഡിബഞ്ചർ, 1000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇൻറ്റു 1000, അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ക്ലിയർ? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. ഇതിനെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും. എന്താ പറയുക? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, സോ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ, മാർക്കറ്റിലുള്ള ക്യാപിറ്റൽ വാല്യൂ. ഓക്കെ, ഇപ്പം ഡെപ്റ്റ് ആണെങ്കിൽ ഡെപ്റ്റിൻ്റെ ഡിബഞ്ചർ നമ്മൾ എങ്ങനെ എടുക്കുന്നു, പ്രൈസ് ഇൻറ്റു ക്ലിയർ നമ്പർ ഓഫ് ഡിബഞ്ചർ. ക്ലിയർ? അതുപോലെ തന്നെ പ്രിഫറൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രിഫറൻസ് ആണെങ്കിൽ എടുക്കുന്നു മാർക്കറ്റ് പ്രൈസ് MP ഇൻറ്റു നമ്പർ. ക്ലിയർ? അതുപോലെ തന്നെ ഇക്വിറ്റി ആണെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നു, ക്ലിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു MP ഇൻറ്റു നമ്പേഴ്സ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഓരോന്നിൻ്റെയും മാർക്കറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ MV ഓഫ് ഡെപ്റ്റ് കിട്ടി, MV ഓഫ് ഇക്വിറ്റി കിട്ടി, MV ഓഫ് പ്രിഫറൻസ് കിട്ടി, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കിട്ടും. ക്ലിയർ? ഈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഫോർ എക്സാമ്പിൾ നമുക്ക് 80 lakh റുപ്പീസാണ് കിട്ടുന്നത് വിചാരിക്കുക, 80 ലക്ഷം കിട്ടി. ക്ലിയർ? ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത് 70 ലക്ഷമാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ 5 ലക്ഷമാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആകെയുള്ള 80 ലക്ഷത്തിൽ ഇക്വിറ്റിയുടെ 70 ലക്ഷം രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ക്ലിയർ? ഡെപ്റ്റിന് 5 ലക്ഷം രൂപയുണ്ട്, ഇക്വിറ്റിക്ക് പ്രിഫറൻസിന് 5 ലക്ഷം രൂപയുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി പ്രപ്പോർഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ 5/80. ക്ലിയർ? ഡെപ്റ്റിന് 5/80 ഫോർ പ്രിഫറൻസ്, 70/80 ഫോർ ഇക്വിറ്റി. ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് നമ്മൾ എടുക്കും. ബുക്ക് വാല്യൂ വെയ്റ്റ്സ് ആണെങ്കിൽ ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാം. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് അസൈൻ ചെയ്യുക, പ്രപ്പോർഷൻ അസൈൻ ചെയ്യുക? അപ്പോൾ വെയിറ്റേജ് അസൈൻ ചെയ്തതാണെങ്കിൽ നമ്മൾ ടോട്ടൽ വാല്യൂ എടുക്കുന്നു. ആ ടോട്ടൽ വാല്യൂവിന് ഓരോ സോഴ്സസ് ഉണ്ട് അല്ലേ, ആ സോഴ്സസിൻ്റെ വാല്യൂ ക്ലിയർ അതേ ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രപ്പോർഷൻ, അപ്പോൾ പെർസെൻറ്റേജ് രൂപത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ 80% ആണെങ്കിൽ 80 എന്ന് എഴുതാം, 10% ആണെങ്കിൽ 0.1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 10% തന്നെ കൊടുക്കാം. ക്ലിയർ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രപ്പോർഷൻ അസൈൻ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആണ് എന്ത് ചെയ്യും, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഓരോന്നിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് രൂപത്തിൽ കിട്ടും. ഇനി പെർസെൻറ്റേജ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലേ 100% ആണ് മാക്സിമം വരിക.
ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 10%, 20%, അല്ലെങ്കിൽ 80%, അല്ലെങ്കിൽ 70% ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ 100% എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 0.1, 0.2, 0.7 ഇങ്ങനെ ഡെസിമലായിട്ട് വേണമെങ്കിലും കാണിക്കാം. ക്ലിയർ. So these are some of the concepts related to assigning weights, clear, when we are calculating weighted average cost of capital. Clear. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഓരോ സ്പെസിഫിക് കോസ്റ്റുകളുടെയും ക്ലിയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുകളുടെയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ആവറേജ് എടുക്കാൻ വേണ്ടി വെയിറ്റേജ് അസൈൻ ചെയ്തിട്ട് ആവറേജ് എടുക്കുന്നതുകൊണ്ട് തന്നെ WACC അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അത് അസൈൻ ചെയ്യുക. ഓക്കെ, and market value of weights are preferred in respect of book value of weights. book value നേക്കാളും മാർക്കറ്റ് വാല്യൂ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു. എന്താ കാരണം? സോ ദ മാർക്കറ്റ് വാല്യൂ റെപ്രസെൻറ്റ്സ് ദി ട്രൂ വാല്യൂ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് അല്ലേ. മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള വാല്യൂ ആണത്. അതുകൊണ്ട് ബുക്ക് വാല്യൂനേക്കാളും നല്ല എന്താ, മാർക്കറ്റ് വാല്യൂ ആണ്. ബിക്കോസ് ഇറ്റ് ഗിവ്സ് എ ബെറ്റർ റിഫ്ലക്ഷൻ ടു ദി കോസ്റ്റ്, ബെറ്റർ റിഫ്ലക്ഷൻ ടു ദ വാല്യൂ, ബെറ്റർ റിഫ്ലക്ഷൻ ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. സോ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് suffer from the following limitation. പക്ഷെങ്കിലും മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് എടുക്കുന്നതിലും 2 ലിമിറ്റേഷൻ ഉണ്ട്. എന്തൊക്കെയാണത്? നമ്പർ 1, so it is a limitation, it is difficult to determine the market value because of frequent fluctuation. മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ഒരു ദിവസത്തെ അസംഷൻ അനുസരിച്ച് നമ്മൾ എടുത്തു വിചാരിക്കുക, നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും മാർക്കറ്റ് വാല്യൂ മാറും. ക്ലിയർ. ഇപ്പോൾ ഇക്വിറ്റി ഷെയറിന് 30 രൂപ ഉണ്ടായിരുന്ന ഒരു ഷെയർ നമ്മൾ 30 രൂപ പെർ ഷെയറിന് എടുത്തു. പക്ഷെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ 20 രൂപയാവാം, ചിലപ്പോൾ 50 രൂപയായിട്ട് മാറാം, അല്ലെങ്കിൽ 45 രൂപയായിട്ട് മാറാം. ക്ലിയർ. അപ്പോൾ വൈഡ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. സോ വിത്ത് ദ യൂസ് ഓഫ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് ഇക്വിറ്റി ക്യാപിറ്റൽ ഗെറ്റ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻറ്റ്. ഇല്ല, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സോഴ്സ് ഓഫ് ക്യാപിറ്റലിനേക്കാളും ഇക്വിറ്റി ക്യാപിറ്റലിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. ക്ലിയർ. ബുക്ക് വാല്യൂ വെയ്റ്റ്സ് ആകുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ബുക്ക് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം അല്ലേ അതാതിൻ്റെ ക്യാപിറ്റലിന് പ്രപ്പോർഷനേറ്റ് വരും. പക്ഷേ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റിയുടെ വാല്യൂ ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ ചിലപ്പോൾ 100 രൂപയോ 110 രൂപയോ 200 രൂപയോ 250 രൂപയ്ക്കൊക്കെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക, മാർക്കറ്റിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ വാല്യൂ വെച്ചുകൊണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുത്ത് മാർക്കറ്റ് വാല്യൂ നോക്കുന്ന സമയത്ത് ഇക്വിറ്റി ക്യാപിറ്റലിന് വലിയൊരു എമൗണ്ടും അല്ലേ വലിയൊരു സൈസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ക്ലിയർ ലാർജ്ലി സെൻറ്റേർഡ് അറൗണ്ട് ഇക്വിറ്റി, അങ്ങനെയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ. സോ ദാറ്റ് ഈസ് വൈ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ 2 ലിമിറ്റേഷൻ അതിനുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് വാല്യൂ ഒക്കെ അസൈൻ ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ യൂസിങ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്, ക്ലിയർ, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ക്ലിയർ, ഓക്കെ, ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ MP ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു 100 rupees ആണെന്ന് വിചാരിക്കാം. ₹100. ക്ലിയർ. 1 lakh ഷെയർസ് ഉണ്ട്, 1 ലക്ഷം ഷെയർ ഉണ്ട്. ഓക്കെ, 1 lakh ഷെയർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 crore rupees കിട്ടും. സോ ദിസ് ഈസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. പക്ഷേ ഈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയുടെ 100 rupees എന്ന് പറയുന്നത് പെർ ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറിന് മാത്രം ആണോ വരുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമാണോ വരിക? അല്ല. പിന്നെ എന്തുകൂടെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സും കൂടെ വരും. ക്ലിയർ. റീറ്റെയിൻഡ് ഏർണിങ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്, ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും. ഈ രണ്ടും കൂടെ ചേർത്തിട്ടുള്ളതിനെ മാർക്കറ്റ് വാല്യൂ നമ്മൾ വരുള്ളൂ. കാരണം രണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ കുറിക്കുന്നു? ഷെയർ ക്യാപിറ്റലിനെയും കുറിക്കുന്നു, റീറ്റെയിൻഡ് ഏർണിങ്സിനെയും കുറിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇക്വിറ്റി പോർഷനായിട്ടും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഭാഗമായിട്ടും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ. അല്ലെങ്കിൽ ഇനി വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ, ബുക്ക് മാർക്കറ്റ് വാല്യൂസ് ഫോർ എക്സാമ്പിൾ നമുക്ക് 1 crore rupees മാർക്കറ്റ് വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. ക്ലിയർ. ആകെ ഉള്ളത് 1 crore rupees ആണ്. ഓക്കെ, ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 10 lakh rupees ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 5 lakh rupees ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ, 5 ലക്ഷം രൂപയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്, 1 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1 കോടി രൂപയെ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 15 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1 crore ഇൻറ്റു 10/15 ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എടുക്കണം. അല്ല, 1 crore ഇൻറ്റു 5/15 ചെയ്തിട്ട് എന്ത് ചെയ്യണം?
റീറ്റേൺ ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്ലിയർ needs to be split into equity share capital as well as retained earnings. ഇതിനെ രണ്ടിനുമായിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ചില സന്ദർഭത്തിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയായിരിക്കും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്. ക്ലിയർ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ് ഒരേ എമൗണ്ട് ഒരേ റേറ്റ് ആണ് തന്നിരിക്കും വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ 15% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, 15% ആണ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. ഇപ്പോൾ ടാക്സ് റേറ്റ് ഒന്നും നമ്മൾ കണക്കിലെടുത്തില്ല, പേഴ്സണൽ ടാക്സ് റേറ്റും എടുത്തിട്ടില്ല, അതുപോലെ ബ്രോക്കറേജ് ഒന്നും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻറ്റു 1 - D ഇല്ല, ഇൻറ്റു 1 - B ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയായിരിക്കും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ മാത്രം എന്ത് ചെയ്യേണ്ട, ഷെയർ ക്യാപിറ്റൽ വേറെ റിട്ടേൺ ഏർണിങ്സ് വേറെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട. ക്ലിയർ, ടോട്ടലായിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി എന്ന് മാത്രമായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും ചെയ്യാം. ക്ലിയർ, ഇതിനെ രണ്ടിനും 15% വെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്തിട്ട് മാർക്കറ്റ് വാല്യൂ ഡിവൈഡ് ചെയ്ത് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, ചെയ്യാം. ക്ലിയർ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ജസ്റ്റ് വി ക്യാൻ സി വൺ ക്വസ്റ്റ്യൻ. ക്ലിയർ, ഇനി കാൽക്കുലേഷന് മുമ്പായിട്ട് KW ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് വെയ്റ്റഡ് ആവറേജ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ KW എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ KO എന്നും പറയാം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ, ഈസ് ഈക്വൽ ടു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, സമ്മേഷൻ ഓഫ് clear XW divided by summation of W. Clear, so sum of XW divided by sum of W. എന്താണ് ഇവിടെ KW, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. X എന്ന് പറയുന്നത് എന്താ, സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫിനാൻസസിൻ്റെ സമ്മേഷൻ. സമ്മേഷൻ ഓഫ് X മീൻസ് വാട്ട്, KD, KP, ക്ലിയർ, KE, KR, ഇതിൻ്റെ എല്ലാം കൂടെ സമ്മേഷൻ. എന്തിൻ്റെ സമ്മേഷൻ, വെയ്റ്റഡിൻ്റെ. അതുകൊണ്ട് W ഈക്വൽ ടു വാട്ട്, വെയിറ്റ്. ക്ലിയർ, അപ്പോൾ ഓരോന്നും നമ്മളെടുത്ത് വെയിറ്റ് ചെയ്തിട്ട്, ക്ലിയർ, അപ്പോൾ KD ഇൻറ്റു വെയിറ്റ്, KE ഇൻറ്റു വെയിറ്റ്, ക്ലിയർ, ഓരോന്നിനും വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷൻ എടുക്കുന്നു. ക്ലിയർ, സോ സമ്മേഷൻ ഓഫ് ദി X ഇൻറ്റു W ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് വെയിറ്റ്. ക്ലിയർ, അപ്പോൾ ആകെ വെയിറ്റ് മിക്കവാറും 1 ആയിരിക്കും കിട്ടുക. പെർസെൻറ്റേജ് രൂപത്തിലാണ് നമ്മൾ എടുക്കണമെങ്കിൽ 100% ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ 100 തന്നെ വെച്ചിട്ട് എടുക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഡെസിമൽ രൂപത്തിലാണ് എടുക്കണമെങ്കിൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ സമ്മേഷൻ മാത്രം എടുത്താൽ മതിയാവും. ഓക്കെ, സോ ലെറ്റ് us see one question. A firm has the following capital structure, clear, and after tax cost of different sources of fund. Okay, അപ്പോൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട്, സോഴ്സസ് തന്നിട്ടുണ്ട്, ഡെപ്റ്റ് തന്നിട്ടുണ്ട്, ക്ലിയർ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഇക്വിറ്റി തന്നു, റിട്ടേൺ ഏർണിങ്സ് തന്നു. ക്ലിയർ, ഇതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 15 lakh, 12 lakh, 18 lakh, 15 lakh, 60 lakh. ഇതൊക്കെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഈസ് ഗിവൺ. ക്ലിയർ, പ്രപ്പോർഷൻ നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. എന്താ കാരണം, ഇതിൻ്റെ പ്രപ്പോർഷൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. ക്ലിയർ, സോ ടോട്ടൽ വിൽ ബി 60 lakh. ഈ 60 ലക്ഷം രൂപയിൽ, ക്ലിയർ, അപ്പോൾ 15 ലക്ഷം ഡിവൈഡ് ബൈ 60 ലക്ഷം ഇൻറ്റു 100 പറയുമ്പോൾ 25% വരും. 12 ലക്ഷം ഡിവൈഡ് ബൈ 60 ലക്ഷം ഇൻറ്റു 100 പറയുമ്പോൾ 20% വരും. 18 ലക്ഷം ഡിവൈഡ് ബൈ 60 ലക്ഷം ഇൻറ്റു 100 പറയുമ്പോൾ 30 lakh വരും. 15 lakh ഡിവൈഡ് ബൈ 60 lakh എന്ന് പറയുമ്പോൾ 25%. അപ്പോൾ പ്രപ്പോർഷൻ ഓഫ് ഈച്ച് സോഴ്സസ് ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ടോട്ടൽ വിൽ ബി 100%. ക്ലിയർ, അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പ്രപ്പോർഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ, 15 lakh ഡിവൈഡഡ് ബൈ 60 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25% കിട്ടും. ക്ലിയർ, അതുപോലെ ഓരോന്നും ഇങ്ങനെ ചെയ്യാം. ക്ലിയർ, ഇൻഡിവിജ്വൽ ടോട്ടൽ എടുക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ എടുക്കുക. ക്ലിയർ, ഇൻഡിവിജ്വൽസിൻ്റെ എമൗണ്ട് എടുക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ എടുക്കുക. ക്ലിയർ, അപ്പോൾ പ്രപ്പോർഷൻ കിട്ടും. ഇനി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഉണ്ട് 5% ഫോർ ദ ഡെപ്റ്റ്, 10% ഫോർ ദ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, 12% ഫോർ ദി cost of equity share capital, and 11% for the റിട്ടേൺ ഏർണിംഗ്. ഇപ്പോൾ ഇവിടെ രണ്ടും റിട്ടേൺ ഏർണിങ്സിൻ്റെയും ഇക്വിറ്റിയുടെയും രണ്ടിനും വേറെ വേറെ റേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മാർക്കറ്റ് വാല്യൂണെങ്കിൽ വേറെ തന്നെ എടുക്കണം, ഇവിടെയും വേറെ തന്നെ എടുക്കണം. ക്ലിയർ, രണ്ടും ഒന്നാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് റിട്ടേൺ ഏർണിങ്സും ഇക്വിറ്റിയും ക്ലബ് ചെയ്തിട്ട് എടുക്കാം. അതല്ലാത്ത സന്ദർഭത്തിൽ ഇവിടെ വേറെ തന്നെ എടുക്കണം. ക്ലിയർ, അപ്പോൾ ഈ 4 സോഴ്സസിനെയും ക്യാപിറ്റൽ ഉണ്ട്. നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് WACC നമ്മൾ കൊടുക്കുമ്പോൾ ഹെഡിങ് എന്താ കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് WACC. ക്ലിയർ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ, നമുക്ക് വേണ്ടത് എന്താ, നമ്മുടെ ഫോമുല നമുക്കറിയാൻ പറ്റും. ഫോമുല ഈസ് ഈക്വൽ ടു, അല്ലേ, KW അല്ലെങ്കിൽ KO ഈക്വൽ ടു സമ്മേഷൻ ഓഫ് XW ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ്, ക്ലിയർ, വെയ്റ്റ്സ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ
ഒരു ടേബിളിലാക്കുന്ന സമയത്ത് സോഴ്സസ് ഓഫ് ഫണ്ട്, സ്പെസിഫിക് സോഴ്സസ് ഓഫ് ഫണ്ട് എന്നോ അല്ലെങ്കിൽ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ അങ്ങനെ കൊടുത്താലും മതി. സ്പെസിഫിക് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് കൊടുക്കുക കേട്ടോ. സോഴ്സസ് എന്ന് കൊടുക്കുക, പ്രപ്പോർഷൻ അല്ലെങ്കിൽ വെയിറ്റ് എന്ന് W എന്ന് കൊടുത്താലും മതി, കോസ്റ്റ് അല്ലെങ്കിൽ X എന്ന് കൊടുക്കുക. ക്ലിയർ? ദെൻ W X ഇൻറ്റു W. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. സോ പ്രപ്പോർഷൻ വെയിറ്റ് തന്നിരിക്കുന്നത് 25%, ഇതൊക്കെ പെർസെൻറ്റേജ് ആണ് കേട്ടോ. 20%, 30%, 25%. കോസ്റ്റ് തന്നതൊക്കെ എഴുതി 5, 10, 12, 11 എഴുതി. ഇനി എന്ത് ചെയ്യണം? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ പെർസെൻറ്റേജ് രൂപത്തിലാണ് ഉള്ളത് എന്നുള്ളത്, വെയ്റ്റഡ് കോസ്റ്റിൻ പെർസെൻറ്റേജ് രൂപത്തിലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും? ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ക്ലിയർ? അപ്പോൾ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പ്രപ്പോർഷൻ നമുക്ക് 0.25, 25 എന്ന് പറഞ്ഞാൽ 0.25, ഇതെന്താണ് 0.2, 20 എന്ന് പറയുമ്പോൾ 0.2, ഇത് 0.3, ദെൻ 0.25. ക്ലിയർ? ഇനി ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.25 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 1.25 എന്ന് തന്നെ കിട്ടും. ക്ലിയർ? അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ കിട്ടും. ഇനി അതർവൈസ് നമ്മൾ എന്ത് ചെയ്യണം? 25 ഇൻറ്റു 5 ചെയ്യാം. അപ്പോൾ 125 കിട്ടും. അപ്പോൾ 125 ഡിവൈഡ്, ഇത് പെർസെൻറ്റേജിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? ഇതും പെർസെൻറ്റേജ് ആണ്, ഇതും പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് മാറ്റാൻ വേണ്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 1.25 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ ഡെസിമൽ രൂപത്തിൽ എടുക്കാം. ഒന്നുകൂടെ പറയാം, പ്രപ്പോർഷനും പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്, കോസ്റ്റും പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ രണ്ടും കൂടെ ചേർക്കുന്ന സമയത്ത് 120, ഇപ്പോൾ 125 വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. 125, 200, 360, 275. ക്ലിയർ? അപ്പം ടോട്ടൽ നമുക്ക് 960 കിട്ടും. ക്ലിയർ? അപ്പം 960 വിൽ ബി ദ ടോട്ടൽ. ഈ ടോട്ടൽ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് XW. ക്ലിയർ? ഡിവൈഡഡ് ബൈ സം ഓഫ് വെയിറ്റ്. ഇപ്പോൾ സം ഓഫ് വെയിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? വിൽ ബി ഈക്വൽ ടു 100 അല്ലേ? ഇപ്പോൾ പ്രപ്പോർഷൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 100 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9.6 കിട്ടും. ക്ലിയർ? 9.6 ഇസ് ദ ആൻസർ. അപ്പോൾ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഒന്നുകിൽ നമ്മൾ ഡെസിമൽ എടുക്കാതെ ചെയ്യാം, ഇതേ രീതി തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 125 ഇവിടെ വരും. ക്ലിയർ? 200 വരും, 360 വരും, 275 വരും. സോ ടോട്ടൽ വിൽ ബി, ടോട്ടൽ എന്ന് എഴുതുമ്പോൾ സമ്മേഷൻ ഓഫ് XW ഈക്വൽ ടു 960. ക്ലിയർ? ദെൻ സം ഓഫ് വെയിറ്റ്, സം ഓഫ് W അല്ലേ, ഈക്വൽ ടു 100. Therefore 960 divided by 100 is equal to 9.6%. ക്ലിയർ? ഇങ്ങനെ എടുക്കാം. അതർവൈസ് ഇതല്ല, ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒന്നിനെ ഡെസിമലായിട്ട് എടുക്കുക. പ്രപ്പോർഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കാരണം നമുക്ക് അതിൻ്റെ ടോട്ടൽ എത്ര കിട്ടും? 1 ആയിരിക്കും കിട്ടുക. ക്ലിയർ? ഇഫ് പ്രപ്പോർഷൻ ഹാസ് ബീൻ ടേക്കൺ ആസ് ഇൻ ഡെസിമൽ, ടോട്ടൽ വിൽ ഈക്വൽ ടു 1. എങ്ങനെയാണ് അത് വരിക? 0.25, 0.2 അല്ലേ, 0.3, 0.25 അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ 1 തന്നെയാണ് വരിക. ക്ലിയർ? അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ 0.25 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 1.25 എന്ന് കിട്ടും. ക്ലിയർ? അതുപോലെ തന്നെ ഇവിടെ ചെയ്യുമ്പോൾ 0.2 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ക്ലിയർ? 0.3 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 2.75 എന്ന് കിട്ടും. 3.6 എന്ന് കിട്ടും. അതുപോലെ തന്നെ 0.25 ഇൻറ്റു 11 ചെയ്യുന്ന സമയത്ത് 2.75 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മൾ എല്ലാം കൂടെ സമ്മേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 9.6 എന്ന് കിട്ടും. അപ്പോഴും ഇങ്ങനെ ഈ രീതിയിലും ആൻസർ ചെയ്യാം. ക്ലിയർ? നമ്മുടെ ഫോമുല എഴുതിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക മാത്രം ചെയ്യുക. അപ്പോൾ കിട്ടുന്ന 960 ഡിവൈഡഡ് ബൈ, ക്ലിയർ, 100 ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോമുല പോലെ ഇതുപോലെ സമ്മേഷൻ ഓഫ് XW ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് വെയിറ്റ്. ക്ലിയർ? ആ രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നു ആ രീതിയിൽ ചെയ്യാം. ഇനി രണ്ടും ഡെസിമലായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടും എടുക്കാം. 0.25 എന്ന് ഇവിടെ എടുക്കുന്നു, 0.05 എന്ന് എടുക്കുന്നു. ക്ലിയർ? അപ്പോൾ എല്ലാ കിട്ടുന്ന വാല്യൂസ് മുഴുവൻ ഡെസിമലായിട്ടായിരിക്കും വരിക. ക്ലിയർ? പോയിന്റ് ഇവിടെ വരുന്ന സമയത്ത് പോയിന്റ് അല്ലേ 125 എന്ന് കിട്ടും. ക്ലിയർ? 0.125 എന്ന് കിട്ടും. അപ്പോൾ 0.125 അങ്ങനെ തന്നെ ഇത് എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് 0.096 അങ്ങനെയായിരിക്കും വരിക. ദാറ്റ് മീൻസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 9.6% വരും. അപ്പം അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ഓൾ some of the information clear as regards to the solution of computing weighted average cost of capital. So let us see another example which will give you clear market value weights, clear cost of weighted average cost of capital based on market value of weights. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ക്ലിയർ?
സോ കണ്ടിന്യൂയിങ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 18. ഇപ്പം നേരത്തെ തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 19 അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 18 ഇല്ല. എനിവേ നമ്മൾ ഇത്രയും ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡെപ്റ്റ്, പ്രിഫറൻസ്, ഇക്വിറ്റി, അങ്ങനെ അതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കുക. The firm has 18,000 equity shares of 100 each outstanding at the current market price of 300. Clear? Equity share വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എത്രയാ? 300 രൂപ. ഇപ്പോൾ ഒരു ഷെയറിന് 300 രൂപ. 100 രൂപയായിരുന്നു ഫേസ് വാല്യൂ, പക്ഷെ 300 രൂപയാണ് ഇക്വിറ്റി ഷെയറിന് ശരിക്കും ഇപ്പം മാർക്കറ്റിലുള്ളത്. 18,000 ഇക്വിറ്റി ഷെയർ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ 18,000 ഇൻറ്റു 300 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ക്ലിയർ? സോ 18,000 ഇൻറ്റു 300 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54 lakh rupees കിട്ടും. ഈക്വിറ്റിയുടെ വാല്യൂ അതാണ് കിട്ടുക. ക്ലിയർ? കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് വെയ്റ്റ്സ്. ക്ലിയർ? ആൻഡ് കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ മാർക്കറ്റ് വാല്യൂ ഓഫ് വെയ്റ്റ്സ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് കൂടെ അസ്യൂം ചെയ്യുന്നു? മാർക്കറ്റ് വാല്യൂ ഓഫ് ദി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ ഡെപ്റ്റ് പഴയത് തന്നെ നമ്മൾ എടുക്കുന്നു. ക്ലിയർ? പഴയ വാല്യൂ തന്നെ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു കേസസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ 19 തന്നെയാണ് കേട്ടോ, ക്വസ്റ്റ്യൻ മാറുന്നില്ല. 18 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എനിവേ, സോ ഡെപ്റ്റ് 15 ആണ്, പ്രിഫറൻസ് ഷെയർ 12 ആണ്. ക്ലിയർ? റീറ്റെയിൻഡ് ഏർണിങ്സ് 18 lakh ഉണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് 15 lakh ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 15 എന്നുണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, റീറ്റെയിൻഡ് ഏർണിങ്സും അതുപോലെ തന്നെ നമ്മുടെ ഇക്വിറ്റി ഷെയർസിനും, ക്ലിയർ, രണ്ടും കൂടെ ചേർത്തിട്ടാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 54 lakh ആണ് നമുക്ക് കിട്ടുക. ബാക്കിയുള്ളതിൻ്റെയൊക്കെ അതേ ബുക്ക് വാല്യൂ തന്നെ എടുക്കുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ടോട്ടൽ വാല്യൂ ബിക്കം 60 ലക്ഷം പോയിട്ട് എത്രയായിട്ട് മാറുന്നത്? 81 lakh rupees ആയിട്ട് മാറും. 81 ലക്ഷം രൂപയായിട്ട് മാറും. ഇനി പ്രപ്പോർഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 15 lakh ഡിവൈഡ് ബൈ 81 lakh ഇൻറ്റു 100, അപ്പോൾ 18.52. ദെൻ 12 lakh ഡിവൈഡ് ബൈ 81 lakh ഇൻറ്റു 100, അപ്പോൾ 14.81. ഇനി ഈക്വിറ്റിയുടെ എടുക്കുമ്പോൾ 54 lakh ഡിവൈഡ് ബൈ 81 lakh ഇൻറ്റു 100, അപ്പോൾ 66.67% വരും. ക്ലിയർ? ഇനി നമ്മൾ അസ്യൂം ചെയ്യാമെന്ന് വിചാരിക്കുക. എന്താണ് അസ്യൂം ചെയ്യുന്നത്? ഫോർ 5 ഇതിൻ്റെ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് 5 തന്നെയാണ്, പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് 10 തന്നെയാണ്, ഈക്വിറ്റിയുടെ കോസ്റ്റ് 12 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് മാറ്റുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിയിട്ടും ചെയ്ത് നോക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാതെ എടുക്കുന്ന സമയത്ത് എങ്ങനെ വരും? ദിസ് ഇൻറ്റു ദിസ് അല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ 18.52 ഇൻറ്റു 5. ക്ലിയർ? അപ്പോൾ 93 അല്ലേ, 00 കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 100 ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അത്രമാത്രം ആലോചിച്ചാൽ മതി. വെയിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ 14.81 ഇൻറ്റു 10, അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ? 148.1 വരും. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 1. ക്ലിയർ? ഇത്രയും കിട്ടും. അതുപോലെ തന്നെ 66.67 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 800 ആണ്. 800 ഡിവൈഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് 8 ആണ് കിട്ടുക. അതല്ലെങ്കിൽ ഇവിടെ ഡെസിമലായിട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കണം. 0.182, 0.1481, 0.6667. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 1.000 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 0.1852 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 0.93 തന്നെ കിട്ടും. 0.1481 ഇൻറ്റു 10 ചെയ്യുന്ന സമയത്ത് 1.48 എന്ന് കിട്ടും. ക്ലിയർ? 0.6667 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ഇപ്പോൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 10.41. സോ ദിസ് ഈസ് ദി ക്ലിയർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ദി ബുക്ക് വാല്യൂ വെയ്റ്റ്സ്. ഇപ്പോൾ ബുക്ക് വാല്യൂ വെയ്റ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയാണ് രണ്ടിനും അസ്യൂം ചെയ്തിരിക്കുന്നത്. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി രണ്ടിനും വേറെ വേറെയാണ് അല്ലേ. റീറ്റെയിൻ ഏർണിങ്സിന് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12 ആണ്, ഇതിന് 11 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? രണ്ടിനും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ക്ലിയർ, ഇവിടെ നമ്മൾ ഈക്വിറ്റിയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഈ 54 lakh നമ്മൾ എന്ത് ചെയ്യണം? എടുക്കുന്നതിന് മുമ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്തിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻ. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ നോക്കും.
18-ഉം 15-ഉമാണ്. അപ്പോൾ 8 5 13 അല്ലേ? ഏകദേശം എത്ര വരും? 33 ലാക്ക്. ആകെ 33 ലാക്കാണ് വരിക. ആ 33 ലാക്കിൽ എത്രയാണ് വരിക? ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 54 ലക്ഷം രൂപ ഇൻറ്റു ക്ലിയർ 18 ലാക്ക് ഡിവൈഡഡ് ബൈ 33 ലാക്ക്. ഓക്കെ, അപ്പോൾ അത് കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുക. അതുപോലെ 54 ലാക്ക് ഇൻറ്റു ക്ലിയർ 15 ലാക്ക് ഡിവൈഡ് ബൈ 33 ലാക്ക്. ആ കിട്ടുന്ന എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രിഫറൻസ് ഷെയർസിൻ്റെ, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റീറ്റൈൻ ഏർണിങ്സിൻ്റെ കേസിൽ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ എമൗണ്ട് കിട്ടിയ ശേഷം പ്രപ്പോർഷൻ എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രപ്പോർഷൻ എടുക്കും. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണോ അതിൻ്റെ പ്രപ്പോർഷൻ എടുക്കും. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ, സോ ഇത് നമ്മൾ പ്രപ്പോർഷനായിട്ടായിട്ട് മാറ്റുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ക്ലിയർ, ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതി നമ്മൾ എഴുതുന്ന സമയത്ത് ക്ലിയർ 54 ലാക്ക് ഇൻറ്റു 18/33 എന്ന് വരുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും വാല്യൂ? 29,45,000 ക്ലിയർ 455 ക്ലിയർ. അത് നമ്മൾ എടുത്ത് എഴുതി. ക്ലിയർ? അടുത്ത് എന്ത് ചെയ്യുന്നു? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് എഴുതി. അതിനെ 54 ലാക്ക് ഇൻറ്റു 15/33 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 24 ലാക്ക് ക്ലിയർ 54,545. അപ്പം ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രപ്പോർഷൻ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ പ്രപ്പോർഷൻ ക്ലിയർ. സോ ദിസ് ഡിവൈഡഡ് ബൈ 81 ലാക്ക്, ദിസ് ഡിവൈഡഡ് ബൈ 81 ലാക്ക്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ പ്രപ്പോർഷൻ എടുത്തിട്ട് പ്രപ്പോർഷൻ്റെ കുളത്തിൽ എഴുതും. ക്ലിയർ? അപ്പോൾ രണ്ടെണ്ണം വേറെ വേറെ എഴുതും. എന്നിട്ട് ഇവിടെ കോസ്റ്റ് ഓഫ് സ്പെസിഫിക് കോസ്റ്റ് വന്ന് 0.12, ഇവിടെയോ 0.11. ഓക്കെ, ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബുക്ക് വാല്യൂ വെയ്റ്റ്സ് അനുസരിച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരും. ക്ലിയർ? 9 പോയിന്റ് അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന വാല്യൂ നിന്നും ചെറിയൊരു വ്യത്യാസം വന്നാൽ ഇവിടെ 10.41 ആണ്. അത് ചെറുതായിട്ട് വ്യത്യാസം വരും. എന്താ കാരണം? ഒന്നിന് 12% വേറൊന്ന് 11%. അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എടുത്ത് ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ക്ലിയർ സോൾവ് ഇറ്റ് ക്വിക്ക്ലി. അപ്പോൾ ഇത് എന്താ ഇങ്ങനെ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പലപ്പോഴും essay ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ബുക്ക് വാല്യൂ വെയ്റ്റ്സും മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സും ഒക്കെ എടുത്തിട്ട് അല്ലേ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ചിലപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് സോഴ്സേ തന്നിട്ടില്ല. സ്പെസിഫിക് സോഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെയ്റ്റഡ് ആവറേജ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം essay ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ ആ രീതിയിലും അപ്പോൾ നന്നായിട്ട് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെത്തഡോളജി സ്പീഡായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ മെത്തേഡ്സും ഒക്കെ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രൈ ടു സോൾവ് ഇറ്റ്.